ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി രവീന്ദ്രന് ചായ കൊണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ചന്ദ്രമതിക്കും ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ കാപ്പിയൊന്നും വേണ്ട, കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഗ്ലാസ്സോട് കൂടി എടുത്ത് ദൂരോട്ടെറിയാണ് ചന്ദ്രമതി. അത് കാണുമ്പോൾ തന്നെ ചാടി എണീറ്റ് രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ കാണിച്ചെന്ന്, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. എനിക്ക് ഭ്രാന്താ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി. അത് കേൾക്കുമ്പോഴത്തേന് സച്ചി അങ്ങോട്ട് വന്ന് ചോദിക്കും, ശരിയാ, എനിക്കിതുവരെ സംശയം മാത്രമുള്ളതാണ്, ഇപ്പോൾ എനിക്ക് സംഭവം എല്ലാം മനസ്സിലായി, നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്താണെന്ന് പറയും. അതേടാ, എനിക്ക് ഭ്രാന്താ, ഈ വീട്ടിൽ വന്ന് കയറേണ്ട ഒരു മഹാലക്ഷ്മി ജയിലിലായി, രണ്ടാമതൊരു മഹാലക്ഷ്മിയെ നിങ്ങളെല്ലാം കൂടി പുറത്താക്കി. അത് കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആവശ്യമില്ലാത്തവർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഞാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ നിങ്ങളുടെ മരുമോളും ഈ മകനും ഈ വീട്ടിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബാക്കിയുള്ളവർ മതി എന്നൊക്കെ പറയും. അന്നേരത്തേന് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് കാശുള്ളവർ മാത്രമേ ഉള്ളൂ നല്ല ഒരു മഹാലക്ഷ്മികളെന്നൊക്കെ ചോദിക്കും. അതെ എടാ, കാശുള്ളവർ തന്നെയുള്ളെന്നൊക്കെ പറയും. അന്നേരം രവീന്ദ്രൻ പറയും, അത് അങ്ങനെയല്ലല്ലോ, ഈ വീടിൻ്റെ മഹാലക്ഷ്മി ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. രേവതിയെ കുത്തിയാണ് പറയുന്നത്. അപ്പോൾ രേവതി ചോദിക്കും, എന്നെ എന്തിനാ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നത്, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന്. എന്നാൽ പറയും, നീ ഒറ്റ ഒരുത്തി കാരണമായി ഇവനെ ഇങ്ങനെ ചാടുകയറ്റി വിട്ടിട്ടാണ് ഇവൻ ഓരോന്നും ചെയ്ത് കൂട്ടുന്നത്, അന്ന് അവിടെ പ്രശ്നം നടന്ന മുഴുവൻ നിങ്ങൾ രണ്ടുപേരും കാരണമാണെന്നൊക്കെ പറയും. ഞാൻ എന്ത് ചെയ്തിട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിൻ ചോദിക്കും, ഇനി രേവതിയെ എന്തിനാ കുറ്റം പറയുന്നത്, അവിടെ അന്ന് ആ സംഭവം നടന്നത് അയാൾ ഇരന്ന് മേടിച്ച് അടിയല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയും, അത് നീ എന്തിനാ ആ വലിയ മനുഷ്യനെ തല്ലാൻ പോയത് എന്ന് പറയുമ്പോഴത്തേന് സച്ചി പറയും, വലിയ മനുഷ്യർ ഇരിക്കേണ്ടോട് ഇരിക്കേണ്ടതാന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യമാണ്. ചന്ദ്രമതി ഉടനെ പറയും, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വർഷയും ശ്രീകാന്ത് നിങ്ങൾ കാരണം വരാതിരുന്നത്, വർഷം ഇങ്ങോട്ട് വരാതിരിക്കുന്നതിന് കാരണം നീ തന്നെയാണെന്ന് പറയും. അപ്പോഴത്തേനുടനെ രേവതി ചോദിക്കുന്നുണ്ട്, വർഷം ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അമ്മ വർഷം ഇങ്ങോട്ട് വരുത്താനായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. ഇവിടുന്ന് ഫോൺ വിളിച്ചതല്ല വേറെ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നേരിട്ട് വർഷയെ കണ്ട് സംസാരിച്ചതാണെന്നും രേവതി പറയും. പിന്നെ നീ എല്ലാവരിക്കണം സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പോയി വർഷയെ കണ്ടെന്നുള്ള കാര്യം അന്നേരമാണ് വീട്ടിലെല്ലാവരും അറിയുന്നത്. ഞാൻ പോയി സംസാരിച്ചിരുന്ന വെച്ചാൽ വർഷയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്, താമസിയാതെ അവരിങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അപ്പം ചന്ദ്രമതിക്ക് പക്ഷേ അതൊന്നും അങ്ങനെ വിശ്വാസമാകുന്നില്ല. പിന്നെ ഇവൾ ചുമ്മാ അഭിനയിക്കുന്ന, ഇവനൂടെ ഈ വീട്ടിലുള്ള എല്ലാവരെയും പുറത്താക്കിയിട്ട് ഇവിടെ സുഖിച്ച് കഴിയണം, അതിനുവേണ്ടി മാത്രമായി ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഉടനെ ശ്രുതി കയറി പറയുന്നുണ്ട്, ആൻറ്റി ഇവന് ആരോട് സ്നേഹമൊന്നുമില്ല, ആരെ എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ബോധമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതല്ലേ, ഇങ്ങനെ ആ വലിയ മനുഷ്യനെ തല്ലേണ്ട ആവശ്യം ഇവനൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കും, പൗഡർ എടുത്തി എന്തിനാ ഇപ്പം അതിനിടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞെന്ന് ചോദിക്കും. അങ്ങനെ പറയാനായിട്ട് നീ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ നീ ഇപ്പോൾ അമ്മയെ സോപ്പിടാനായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. ഉടനെ ശ്രുതി പറയും, അങ്ങനെ എൻ്റെ ഭാര്യ നീ ഒരു കുറ്റമൊന്നും പറയണ്ടെന്ന്, അവന് വിവരമില്ലാഞ്ഞിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതി പറയും, എല്ലാവരെയും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഓടിക്കും, എന്നിട്ട് ഇവൻ്റെ ഭാര്യയ്ക്കും ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേന് രവീന്ദ്രൻ അങ്ങ് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. സച്ചി മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേന് രേവതി തുണിയൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, നീ സമാധാനത്തിൻ്റെ പ്രാവ് ആകാനായിട്ട് ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ, എന്തെങ്കിലും പറയാനുണ്ട് നേരിട്ട് പറ സച്ചേട്ടാന്ന് പറയും. അല്ല നീ എന്തിനാ വർഷയെ കാണാൻ പോയത് എന്ന് ചോദിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, അവളും ശ്രീകാന്ത് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമല്ലേ എന്നൊക്കെ ചോദിക്കും. അത് ശരിയാണ്, അച്ഛന് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് എന്ന് പറയും. അമ്മയാണെങ്കിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ശ്രീകാന്തിനെ കാണാത്തതിന് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയും. പിന്നെ ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങോട്ട് വന്നുമില്ല, വിളിച്ചുമില്ല. അതുപോലെ തന്നെ സച്ചേട്ടൻ പോയി ശ്രീകാന്തിനെ കണ്ടില്ലേ, പിന്നെ എനിക്കെന്താ പോയി വർഷയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സ്വന്തം അമ്മയ്ക്ക് മാത്രമല്ലേ അത്രയും വിഷമമൊക്കെ ആകത്തുള്ളൂ, പെറ്റ് തള്ളയ്ക്ക് അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം, നമുക്കും ഇതുപോലൊരു മോനുണ്ടായാൽ നമ്മളും ഈ വിഷമമൊക്കെ മനസ്സിലാക്കില്ലേ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, നമുക്കൊരു മോനോ, അതെന്താ നീ ഗർഭിണിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല, ഞാനിങ്ങനെ സംഭവിച്ചാൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനങ്ങ് പേടിച്ചു പോയി, നീ എന്നോട് പറയാഞ്ഞെന്ന് ഞാൻ ഓർത്തെന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേന് സച്ചി പറയും, ഇനിയിപ്പം ഒരേ ഒരു വഴിയേ ഉള്ളൂ, പിന്നെ വർഷയുടെ വീട്ടിലോട്ട് ചെന്നിട്ട് വർഷയുടെ അച്ഛനെ പിടിച്ച് 2 കൊടുത്തേച്ച് അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ടിങ്ങനെ പോരണമെന്നൊക്കെ പറയും. എൻ്റെ സച്ചിയേട്ടാ ഇനി ഒരു അടി കഴിഞ്ഞ് എൻ്റെ
ആണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. ഇനിയിപ്പം കൂടുതലൊന്നും പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട, അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് തുണി മടക്കി ഇതെല്ലാം സച്ചിനെ കൊടുത്തിട്ട് രേവതി അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾ ശ്രുതിയെ കാണാനായിട്ട് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ചെല്ലുകയാണ്. അപ്പം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിനക്ക് ഒരു പണിയില്ലേ എന്നൊക്കെ ചോദിക്കും. അത് എനിക്ക് ഇനി ഒരു പണിയില്ല, അത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയും. പിന്നെ ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറയും. കല്യാണമോ എന്ന് ചോദിക്കും. അതെ, ഞാനത് പറയാനായിട്ട് അങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതി ഇയാളെ കാണുന്നുണ്ടെങ്കിൽ ഞെട്ടിത്തെറിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. നീ എന്തിനാണ് വന്നെന്ന് ചോദിക്കും. അത് എനിക്ക് ഇത്രയും നാളും നിന്നെ കൊണ്ട് ഒരു ഉപകാരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ടൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. നീ കാരണം എൻ്റെ ഭാര്യയും എൻ്റെ മോനും എന്നെ വിട്ടുപോയി. ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് വേണ്ടി എനിക്കൊരാൾ വേണം. അതുകൊണ്ട് ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറയും. അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നുണ്ട്. 1 ലക്ഷം രൂപയോ എൻ്റെ കയ്യിലൊന്നും എടുക്കാനില്ലെന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയും. നീ ഇങ്ങനത്തെ കള്ളത്തരമായിട്ട് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി വഴക്കുണ്ടാക്കുന്നുണ്ട്. അന്നേരം പറയും, ഞാൻ അങ്ങനെ ഒരുപാട് കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല, നിന്നെപ്പോലെ കള്ളത്തരമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് എനിക്കൊരു ഭാര്യയും മകനും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുപോലല്ലല്ലോ നീ നിൻ്റെ ഭർത്താവിനോടോ വീട്ടുകാരോടോ ആരോടെങ്കിലും നിനക്ക് നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞതാണെന്നും ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യമോ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ വേണേൽ എല്ലാവരോടും പറയും. അതുകൊണ്ട് എല്ലാവരുടെയും നമ്പരും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിക്കട്ടെ അവരെല്ലാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേന് ആകെ പേടിച്ച് നിൽക്കുകയാണ് ശ്രുതി. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത്. ശ്രുതി റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇല്ലേന്ന്. അതെ ഉണ്ട് സാർ, ഇപ്പം പക്ഷെ കാണാൻ പറ്റില്ലെന്ന് പറയും. അതെന്താ, എൻ്റെ ഭാര്യയല്ലേ ശ്രുതി, അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ലെന്ന് ചോദിക്കും. മാഡം ബിസിയാണ്, അത് കയറാൻ പറ്റില്ലെന്ന് പറയും. അപ്പോൾ അകത്തിങ്ങനെ ശ്രുതിയോട് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ വിളിക്കട്ടെ എല്ലാവരെയും വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ സൗണ്ട് ശ്രുതി കേൾക്കുന്നത്. ഞാൻ അകത്തേക്ക് ചെല്ലും, എൻ്റെ ഭാര്യയെ കാണുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് അത് ശ്രുതിയല്ലേ എന്ന് പറഞ്ഞ് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.